നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. കഴിവതും വിളിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഇന്നത്തെ വായനയുടെ തലക്കെട്ടെന്ന് പറയുന്നത് രാത്രികാലങ്ങളിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും, അതുപോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ വ്യക്തിയുടെ എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് നിങ്ങൾ ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് വളരെയധികം ഗൂഢാലോചന നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ സുഹൃത്തുക്കളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിട്ടോ, നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധമോ ദാമ്പത്യ ജീവിതത്തിനോ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു പറ്റം കൂട്ടുകാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ കൂട്ടുകാർ തന്നെ, അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ കുടുംബാംഗങ്ങളാണെങ്കിൽ അതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ബന്ധുക്കൾ, അങ്ങനെ കുറച്ച് പേരുടെ എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒന്നിക്കണമെന്നാണ് ഈ കൂട്ടരുടെ ആഗ്രഹം. അതിനായി നിങ്ങളുടെ വ്യക്തിയെ വളരെയധികം സഹായിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം നിങ്ങളുമായി ഒന്നിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടാകണം, വീട്ടുകാരുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകണം. പക്ഷേ അവരൊന്നും ഉറച്ച ഒരു തീരുമാനം പറയാത്തത് കൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം സങ്കടത്തിലാവുകയും ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ മറ്റു ബന്ധുമിത്രാദികളോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ പരിപൂർണമായി കാണാൻ സാധിക്കുന്നത്, ഇവിടെ ഈ വ്യക്തിക്ക് അതൊരു പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും കൂടി ആയിരിക്കണം, ഈ വ്യക്തിയെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള, എന്തിനും തയ്യാറായിട്ടുള്ള ഒരു പറ്റം കൂട്ടുകാരുടെ, അല്ലെങ്കിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള എനർജിയുള്ള വ്യക്തികളുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതെന്തുകൊണ്ടോ വളരെ നല്ലതായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. അവർക്ക് യാതൊരു ദുരുദ്ദേശവുമില്ല. നിങ്ങളിലേക്ക് ഈ പേഴ്സണെ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയമോ ദാമ്പത്യ ജീവിതമോ സാക്ഷാത്കരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ അത്രയും ആത്മാർത്ഥ മനസ്സോടുകൂടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം കൂട്ടരുടെ എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർത്തും ഇവിടെ ഇപ്പോൾ വളരെ ശക്തി ആയിക്കോട്ടെ, മനോബലമായിക്കോട്ടെ, പ്രാർത്ഥനയുടെ ശക്തി ആയിക്കോട്ടെ, നീതി ആയിക്കോട്ടെ, എല്ലാം നിങ്ങളിലേക്ക് തന്നെയാണ് അനുകൂലമായി നിൽക്കുന്നത്. നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഒരുപാട് വിവാഹാലോചനകളും മറ്റു പല ബന്ധങ്ങളും വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഈ ദാമ്പത്യ ജീവിതമോ പ്രണയ ജീവിതമോ പരാജയപ്പെടുത്തുവാൻ വേണ്ടി, ഒരുപക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും ശ്രദ്ധ തിരിക്കുവാൻ വേണ്ടി ഇവിടെ ഒരു കൂട്ടം വ്യക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവരെല്ലാവരും നിങ്ങളുടെ ശത്രുക്കൾ തന്നെയാണ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും വിചാരിക്കുന്നത്, ആരൊക്കെ എതിർത്ത് നിന്നാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിക്കാൻ സാധിക്കും, ഞങ്ങളെ വേർപിരിക്കാൻ പറ്റില്ല എന്നുള്ള ചിന്തകളാണ്, അല്ലെങ്കിൽ വിശ്വാസമാണ് നമുക്ക് ഈ കാർഡ്സിലൂടെ വ്യക്തമാകുന്നത്. രാത്രികാലങ്ങളിലാണെങ്കിലും മറ്റ് പകൽ സമയങ്ങളിലാണെങ്കിലും ഈ വ്യക്തി വളരെ കണ്ടിന്യൂഷനായി, അതായത് വളരെയധികം സ്ഥിരമായിട്ടുള്ള രീതിയിൽ സ്ഥിരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടും ഇതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും നിസാരമല്ല, ചെറുതല്ല. ഉടമ്പടി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും മറ്റു പല കാര്യങ്ങളും, ദീക്ഷ സ്വീകരിച്ച് അല്ലെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെയധികം ആത്മധൈര്യവും സഹനശക്തിയും മുന്നോട്ട് കുതിക്കാനുള്ള ഊർജവും ഉള്ള ഒരു കൂട്ടം വ്യക്തികളുടെ എനർജിയാണ്. അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എനർജിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അത്രയും വിജയകരമായിട്ടുള്ളൊരു ജീവിതമായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
അത് നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ശത്രുക്കൾക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിക്കരുത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പലവരുടെയും ഉദ്ദേശം. ആ ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ അവർ പല അമ്പുകളും പല അസ്ത്രങ്ങളും നിങ്ങളുടെ നേർക്ക് വിടുന്നുണ്ട്. പക്ഷെ അതൊന്നും ലക്ഷ്യം തെറ്റിയാണ്, വേറെ എവിടേക്കോ പോയാണ് പതിക്കുന്നത്. നിങ്ങളുടെ ദേഹത്ത് അത് തൊട്ടിട്ടില്ല. അത് തൊടാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഒരു ശക്തി അനുവദിക്കുകയില്ല എന്ന് തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. ഈ വ്യക്തിയുമായിട്ട് ഒന്നിച്ചു ചേരുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ചുള്ളൊരു വിവാഹം, ആഘോഷം, അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാൻ നോക്കിയ വ്യക്തികളുടെ മുന്നിൽ നിങ്ങൾക്ക് വളരെ വളരെ കോൺഫിഡൻസ് ആയിട്ട്, വളരെ ആത്മധൈര്യത്തോടു കൂടി, ഇച്ഛാശക്തിയോട് കൂടി, സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് അവരുടെ മുന്നിൽ കൂടെ വിജയിച്ച് നടന്നു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത്രയും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെയും ഈ വ്യക്തിയുടെയും എനർജി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഈ പ്രണയബന്ധം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഈ ഒരു ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങളെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന വ്യക്തികളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അതായത് എനിക്കിനി ഇതിനോട് താല്പര്യമില്ല, ഞാനിത് വിട്ടു, എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ പുറമേ നിങ്ങൾ അഭിനയിക്കുകയാണ്, പക്ഷെ അകമേ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തിയും അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത്. വീട്ടുകാരോട് ഒരുപക്ഷെ എനിക്ക് താല്പര്യമില്ല, ഞാനിത് വിട്ടു, ഞാനിനി ഇതിന്റെ പുറകെ പോകുന്നില്ല, നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ചോളാം എന്നുള്ള രീതിയിൽ ഈ പേഴ്സണും ബുദ്ധിപൂർവ്വം നിൽക്കുന്നുണ്ടാകാം. അവരെ കൺട്രോൾ ചെയ്യുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കുന്നുണ്ടാകാം. അതായത് സ്വന്തമായിട്ട് ഞാൻ വെറുതെയാണ്, ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ കേട്ടോളാം എന്നുള്ള രീതിയിൽ അവരെ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തി പെരുമാറുന്നുണ്ടാകാം. പക്ഷെ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെ ഒരു കൂർമ്മ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾക്കും അതുണ്ട്. അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ തീർത്തും വളരെയധികം ഒരു സെലിബ്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്, ഒരു ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ആഘോഷം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ നിന്നും മായുന്നില്ല. നിങ്ങളുടെ മുഖമാണെങ്കിലും ഈ വ്യക്തിയുടെ മനസ്സിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. മറ്റാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ നിങ്ങളുടെ ചുറ്റിനും നിന്ന് ഈ വ്യക്തിയെ മറക്കൂ, വെറുക്കൂ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ ബാല്യകാല സുഹൃത്തായിരിക്കാം, പണ്ട് മുതൽക്കേ അറിയുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിൽ പോലും അത്രമേൽ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോയിട്ടുണ്ട് ഈ വ്യക്തിയുടെ മുഖവും സ്വഭാവവും എല്ലാം. പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ വന്ന് ചേർന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും ഓർത്ത് നിങ്ങൾ ആദ്യമൊക്കെ കുറച്ച് തകർന്നു പോയിട്ടുണ്ടാകാം, വിഷമിച്ചിട്ടുണ്ടാകാം, ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം. പക്ഷെ വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടി ഉയർന്നു വരുന്ന ഒരു കാരണം തീയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എന്നിങ്ങനെയുള്ള രാശിക്കാരുടെ എനർജിയും അധികമായിട്ട് കിട്ടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക. ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ജീവനും ജീവിതവും. അത് പലവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് തകർക്കാനാണ് വേറെ പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അദൃശ്യ ശക്തിയിൽ വിശ്വസിക്കുന്ന ശക്തിയിൽ വിശ്വസിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങളെ കാത്തുരക്ഷിക്കും എന്ന് പറഞ്ഞ് ആശംസിച്ചുകൊണ്ട് നമ്മൾ വായന നിർത്തുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോന്റെ തുടക്കത്തിൽ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.